വലൗ യറല്ലദീന ളലമു ഇദ് യറൗനൽ അദാബ അന്നൽ ഖുവത ലില്ലാഹി ജമീഅ വഅന്നല്ലാഹ ശദീദുൽ അദാബ്. ഇതാണ് പ്രസ്തുത ഭാഗം. ചില മസ്അലകൾ പ്രത്യേകം ശ്രദ്ധ ഊന്നേണ്ട ഒരു ഭാഗമാണ് നമ്മുടെ ഈ വചനം. വലൗ യറല്ലദീന ളലമു, ദുൽമ് ചെയ്തവർ കണ്ടിരുന്നുവെങ്കിൽ, ഇദ് യറൗനൽ അദാബ, ശിക്ഷയെ അവർ കാണുന്ന സമയം അല്ലെങ്കിൽ ശിക്ഷയെ അവർ കാണുകയായാൽ അതിനെ. വലൗ യറ എന്നുള്ളിടത്ത് വലൗ തറ എന്നും ഖിറാഅത്തുണ്ട്. നാഫിഉൽ മദനിയുടെയും ഇബ്നു ആമിർ അൽ ബസരിയുടെയും ഖിറാഅത്ത് വലൗ തറ എന്നാണ്. അപ്പോൾ അർത്ഥം വലൗ തറല്ലദീന ളലമു, ദുൽമ് ചെയ്തവരെ താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ, ഇദ് യറൗനൽ അദാബ, അവർ അദാബിനെ കാണുന്ന സമയം അല്ലെങ്കിൽ അദാബിനെ കാണുകയായാൽ. ഇവിടെ യറ എന്ന് വന്നു തുടക്കത്തിൽ. വലൗ യറ, റുയയിൽ നിന്നാണ് യറ എന്ന ക്രിയ വിൽപ്പന്നമാകുന്നത്. റഅ യറ, റഅ എന്നത് ഭൂതകാലക്രിയ, യറ എന്നുള്ളത് വർത്തമാന ഭാവി കാലക്രിയ. അതേപോലെ റുയയിൽ നിന്ന് തന്നെയാണ് യറൗന, ഇത് യറൗനൽ അദാബ് എന്നിടത്തും ക്രിയ വന്നത്. റുയത്ത് രണ്ടുണ്ട്. ഒന്ന് റുയ ഖൽബിയ, അകക്കണ്ണിൻ്റെ കാഴ്ച, അതാണ് അറിവ്. അറുയൽ അൽ ഉൽമിയ, അറിവ് എന്ന അർത്ഥത്തിലുള്ളത്. അതേപോലെ അറുയൽ ബസരിയ, പുറംകണ്ണിൻ്റെ കാഴ്ച. ഇവിടെ വലൗ യറല്ലദീന ളലമു ഇദ് യറൗനൽ അദാബ് എന്നിടത്ത് രണ്ടിടത്ത് വന്ന റുയത്ത്, അതെന്താണ്? അത് റുയ ബസരിയയാണ്, കണ്ണിൻ്റെ കാഴ്ചയെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രതിപാദിക്കുന്നതെന്നാണ് പല പ്രാമാണികരും പറഞ്ഞത്. വലൗ യറല്ലദീന ളലമു, ദുൽമ് ചെയ്തവർ കണ്ടിരുന്നെങ്കിൽ, ഇദ് യറൗനൽ അദാബ്, അവർ അദാബിനെ കാണുന്ന സമയം അല്ലെങ്കിൽ അതിനെ കാണുകയായാൽ. എന്തുകൊണ്ടാണ് ഇവിടെ റുയ അൽ ബസരിയ, കണ്ണിൻ്റെ കാഴ്ചയാണ് ഉദ്ദേശമെന്ന് പറഞ്ഞത്? റുയ അൽ ഖൽബിയ അല്ലെങ്കിൽ റുയ അൽ ഇൽമിയ ആയിരുന്നുവെങ്കിൽ അത് രണ്ട് മഫ്ഊലിലേക്ക്, രണ്ട് കർമ്മത്തിലേക്ക് വിട്ടുകിടക്കണം. ഇവിടെ ഒരു മഫ്ഊൽ മാത്രമാണ്, കർമ്മം മാത്രമാണ് പ്രയോഗിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഇത് കണ്ണിൻ്റെ കാഴ്ചയാണ് എന്ന് ചില പ്രാമാണികർ തീർത്തു പറഞ്ഞത്. ചിലർ പറഞ്ഞിട്ടുണ്ട് വലൗ യറല്ലദീന ളലമു, ദുൽമ് ചെയ്തവർ കണ്ടിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ അകക്കണ്ണിൻ്റെ കാഴ്ച, അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന അർത്ഥത്തിൽ. ആദ്യത്തെ റുയ അത് ഉൽമിയയാണ്. ഇദ് യറൗനൽ അദാബ് എന്നുള്ളിടത്ത് റുയ അത് ബസരിയയാണ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുൽമ് ചെയ്തവർ ശിക്ഷയെ കൺകൊണ്ട് കാണുന്ന ആ സമയം അല്ലെങ്കിൽ കൺകൊണ്ട് കാണുകയായാൽ അത് അറിഞ്ഞിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ കണ്ടിരുന്നുവെങ്കിൽ എന്നിവിടെ പറയുകയാണ്. ലൗ എന്നുള്ളത് ഷർത്തിയയാണ് എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് നമ്മൾ ലൗ യറ, കണ്ടിരുന്നുവെങ്കിൽ. നാഫിൻ്റെയും ഇബ്നു ആമിറിൻ്റെയും ഖിറാഅത്ത് പ്രകാരം ലൗ തറ, താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ. അക്രമികൾ അല്ലെങ്കിൽ ദുൽമ് ചെയ്തവർ കണ്ടിരുന്നുവെങ്കിൽ, ഇദ് യറൗനൽ അദാബ്, അവർ അദാബിനെ കാണുകയായാൽ അല്ലെങ്കിൽ കാണുന്ന അവസരത്തിൽ എന്ന് പറഞ്ഞപ്പോൾ എന്ത് കാണുകയായാൽ എന്ന് പറഞ്ഞിട്ടില്ല. ലൗ യറല്ലദീന ളലമു എന്നതിൻ്റെ ജവാബ് ഇവിടെ പറഞ്ഞിട്ടില്ല. ഷർത്ത് പറഞ്ഞു, ജവാബ് എന്ത് എന്ന് പറഞ്ഞില്ല. അതെന്തുകൊണ്ട്? അതാണ് ഇവിടുത്തെ ഗൗരവപ്പെട്ട വിഷയം. ഇദ് യറൗന എന്നതിന് നമ്മൾ രണ്ടർത്ഥം പറഞ്ഞു. ഒന്ന് ഹീന യറൗന, അവർ കാണുന്ന സമയം, ശിക്ഷയെ കാണുന്ന അവസരം എന്നാണ്. ഇദ് എന്ന് പറഞ്ഞാൽ ഹീന എന്ന അർത്ഥത്തിൽ. രണ്ടാമത്തെ അർത്ഥം പറഞ്ഞത് കാണുകയായാൽ എന്നാണ്, ഇദാ എന്ന അർത്ഥത്തിൽ. ഇദ് എന്നത് ഭൂതകാല ക്രിയക്ക് മുമ്പിലാകുമ്പോൾ അപ്പോഴാണത് ഭൂതകാലത്തെ അറിയിക്കുക. എന്നാൽ ഇദ് എന്നതിന് ശേഷം ഇവിടെ പറഞ്ഞതുപോലെ യറൗന വർത്തമാന ഭാവികാല ക്രിയയാണ് വരുന്നത് എങ്കിൽ അപ്പോൾ ഇത് പ്രയോഗിച്ചാൽ അതിൻ്റെ ഉദ്ദേശം ഇദാ എന്നാണ്. ഇദ് യറൗന എന്ന് പറഞ്ഞാൽ ഇദാ യറൗന അൽ അദാബ്, അവർ ശിക്ഷയെ കാണുകയായാൽ എന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഇദാ യറൗനൽ അദാബ് എന്ന് പറയാതെ ഇദ് യറൗനൽ അദാബ് എന്ന് പറഞ്ഞു? ഭൂതകാല ക്രിയക്ക് പ്രയോഗിക്കേണ്ട ഇത് എന്തുകൊണ്ട് ഇവിടെ ഭാവി കാലക്രിയക്ക് മുന്നിൽ കൊണ്ടുവന്നു? അത് തഹഖുഖുൽ വുഖൂ, ഈ ശിക്ഷ ഭവിക്കും എന്നത് ഉറപ്പാണ് എന്നതിനെ ദ്യോതിപ്പിക്കാൻ. കഴിഞ്ഞു പോയ ഒരു സംഗതി എത്ര ഉറപ്പുള്ളതാണോ അത്ര തന്നെ ഉറപ്പുള്ളതാണ് വരാനിരിക്കുന്ന ഈ ശിക്ഷയെ കാണൽ എന്നതിനെ പ്രതിഫലിപ്പിക്കാനാണ് ഇദയുടെ സ്ഥാനത്ത് ഇത് പ്രയോഗിച്ചത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇവിടെ വലൗ യറല്ലദീന ളലമു എന്നാണ് പറഞ്ഞത്. ദുൽമ് ചെയ്തവർ, ഞാൻ ദുൽമ് ചെയ്തവർ എന്ന അർത്ഥം പറയുന്നത് എന്താണ് ഈ ദുൽമ്, ആരാണവർ എന്നുള്ളത് വഴിയെ വിശദീകരിക്കാനാണ്. പക്ഷേ ഇവിടെ വലൗ യറ, യറ എന്ന ക്രിയയുടെ കർത്താവ് അല്ലദീന ളലമു, ദുൽമ് ചെയ്തവർ എന്നുള്ളതാണ്. ആ ദുൽമ് ചെയ്തവർ ആര്? അത് ആയത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് എന്ന് പറഞ്ഞില്ലേ. അള്ളാഹുവോടൊപ്പം ആരാധ്യന്മാരെ
സമന്മാരായി സ്വീകരിച്ചവർ അവരാണ് അല്ലദീന ളലമു, ദുൽമ് ചെയ്തവർ. അതിനിടയിൽ വന്ന ഇടവാചകമാണ് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാ. അപ്പോൾ ഇവിടെ വലൗ യറൗന ഇദ് യറൗനൽ അദാബ് എന്ന് ദമീർ സർവനാമം പ്രയോഗിച്ചില്ല. ഇദ്മാർ സർവനാമം പ്രയോഗിക്കേണ്ട സ്ഥലത്ത് ഇദ്ഹാർ കർത്താവിനെ പ്രകടമാക്കി അല്ലദീന ളലമു എന്ന് പറഞ്ഞു. ആലിഹത്തിനെ അള്ളാഹുവിനോടൊപ്പം സമന്മാരാക്കി അള്ളാഹുവെ ഇഷ്ടപ്പെടുന്നത് പോലെ ആ ആലിഹത്തിനെ അല്ലെങ്കിൽ സമന്മാരെ ഇഷ്ടപ്പെട്ടവർ വലൗ യറൗന ഇദ് യറൗനൽ അദാബ്, അവർ അദാബിനെ കാണുന്ന സമയം അവർ കണ്ടിരുന്നുവെങ്കിൽ എന്ന് ഇദ്മാറായി പറയേണ്ടടുത്ത് കർത്താവിനെ ഇബ്ഹാറാക്കി പറഞ്ഞു. എന്തുകൊണ്ടാണ് അത് ഇബ്ഹാറാക്കി പറഞ്ഞത്? അവർ എന്ന് പറയാതെ ദുൽമ് ചെയ്തവർ എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? അതിലെ പൊരുളും യുക്തിയും അള്ളാഹുവോടൊപ്പം ആരാധ്യന്മാരെ സമന്മാരായി സ്വീകരിച്ചവർ ദുൽമ് ചെയ്തവരാണ്. ദുൽമ് ചെയ്തവർ ഇക്കൂട്ടരിൽ പരിമിതരല്ല. ദുൽമ് ചെയ്തവരുടെ ഗണം ഇവരെ വിട്ട് പലതാണ്. അതുകൊണ്ട് ഇവരും ഉൾപ്പെടണം, ഇതര വാലിമീങ്ങൾ ദുൽമ് ചെയ്തവരും ഉൾപ്പെടണം. അവരൊക്കെ ഉൾപ്പെടും ഇവിടെ ഈ വിഷയത്തിൽ എന്നത് ദ്യോതിപ്പിക്കാനാണ് ഇദ്മാറിൻ്റെ സ്ഥാനത്ത് ഇബ്ഹാർ. അവർ കണ്ടിരുന്നുവെങ്കിൽ എന്ന് ആശയം വരേണ്ടടുത്ത് ദുൽമ് ചെയ്തവർ, അക്രമികൾ കണ്ടിരുന്നുവെങ്കിൽ എന്ന് പറയുകയുണ്ടായത്.